കടലിൻ്റെ മക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. അതായത് ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. കടലിൻ്റെ മക്കൾ എന്ന് പറയുമ്പം സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഡൗൺ ട്രോഡൻസ് ആണ്. അവർക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം? കടലിലെ മക്കൾ ഡൗൺ റോഡന്മാരാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ തൊഴിൽ ചെയ്യാൻ പോകുന്ന ഓരോ സെക്കൻഡിലും ജീവിതം റിസ്ക് എടുത്താൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കും. ആനപ്പാപ്പാൻ പോലും അത്രയില്ല. പാപ്പാൻ ആനച്ചോറ് കുളച്ചോറ് എന്ന് പറയുമെങ്കിൽ പോലും അത്ര റിസ്ക്, അതിനേക്കാൾ റിസ്ക്കാണ്. ഏത് സമയത്ത് എപ്പോഴാണ് കടലിൻ്റെ സ്വഭാവം ഒന്ന് മാറിക്കഴിഞ്ഞാൽ വള്ളവും കാണില്ല, ബോട്ടും കാണില്ല, ഒന്നും കാണില്ല. എത്ര വലിയ കപ്പലാണെങ്കിലും കാണില്ല. സുനാമി വിതരണം വന്നു കഴിഞ്ഞാൽ അപ്പം കടൽത്തീരം മുഴുവൻ പോകും. നല്ല വേലിയേറ്റം വന്നാൽ പോകും. അപ്പം അത്രയും റിസ്ക് എടുത്ത് ജീവിക്കുന്നവർക്ക് ആവശ്യത്തിന് സംരക്ഷണം, സോഷ്യൽ പ്രൊട്ടക്ഷൻ, സമൂഹം കൊടുക്കേണ്ട പ്രൊട്ടക്ഷനോ പരിഗണനയോ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളിടത്താണ് മോഡി. അവിടെ സ്കോർ ചെയ്യാനാണ് മോഡി നോക്കുന്നത്. മോഡി സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായിട്ട് സ്കോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായിട്ടെന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞാൽ BJP റെപ്രസെൻ്റ് ദ അപ്പർ കാസ്റ്റ് ഇൻട്രസ്റ്റ്, അല്ലെ സവർണരുടെ താല്പര്യമാണ് BJP പ്രൊട്ടക്റ്റ് ചെയ്തത് എന്നുള്ള ബ്രാൻഡിങ് ഉണ്ട്. ആ ബ്രാൻഡിങ് ഇറേസ് ചെയ്യാനുള്ള മോഡിയുടെ ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. കേരളത്തിൽ നടത്തുന്നുള്ള പ്രത്യേകത, കേരളത്തിലെ കടൽ തീരത്ത് താമസിക്കുന്ന എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, എല്ലാ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ നാറുകൊല്ലും എവിടെ ചെന്നാലും ഈ മൂന്ന് ജാതിക്കാരും ഇതിൽ വീട്ടിൽ തന്നെ കാണും. സെക്കുലറിസത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം, ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ്, അതായത് ജീവൻ കൊണ്ടുനടക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവരുടെ കുടുംബം. അതായത് ഹിന്ദു തീവ്രരെന്ന് പറയും, എല്ലാവരും പറയും. പക്ഷേ ഇത് മോഡി എവിടെയാണ് തിരിച്ചറിഞ്ഞെന്നറിയോ? ഇവരുടെ ശക്തി എന്താണെന്നും ഇവരെ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇവരെ എങ്ങനെ കയ്യിലെടുക്കാമെന്നും മോഡി തിരിച്ചറിഞ്ഞ് വിഴിഞ്ഞത്ത് ആ സംഭവം ഓഖി ദുരന്തം ഉണ്ടായപ്പോഴാണ്. അന്ന് ആ ഓഖി ദുരന്തത്തിൻ്റെ പേരിൽ അവിടെ കടൽ ഇളകെ പറഞ്ഞപ്പോൾ നൂറുകണക്കിന് മത്സ്യത്തിലുള്ള കൊന്ന് തിന്നാൻ അലച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അത് കാണേണ്ട രംഗമായിരുന്നു. അലച്ച് കെട്ടി എന്ന് പറയുന്നതിനേക്കാളൊക്കെ സ്ട്രോങ് വാക്കെന്നെങ്കിലും പറയണം. ആ സമയത്ത് പിണറായി വിജയൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു വേറൊരു കാറിൽ. അതേപോലെ നിർമ്മലാ സീതാരാമൻ പോയി ഒന്ന് കൈകൂപ്പി തൊഴുത് കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ തല കുണിച്ച് ഞങ്ങൾ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവാണ്, അതുകൊണ്ട് അവിടെയാണ് ഇവിടെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഗെയിം തീരപ്രദേശത്ത് കേന്ദ്രീകരിച്ച് എങ്ങനെ നടത്തണമെന്ന് BJP പഠിച്ചത്. അത് RSS ഉൾക്കൊണ്ടു. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് കൊച്ചിയിൽ കാണുന്നത്. ശാശ്വതമാണെന്ന് പറയുന്നില്ല. നാളെ യഥാർത്ഥ BJP എന്താണ്, അല്ലെങ്കിൽ നാളെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പോകും. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഇവിടെ വളരെ വ്യാപകമായിട്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയും, മുസ്ലിം ഔട്ട്റീച്ച്. അതായത് ക്രിസ്തു സമൂഹത്തെ ക്രിസ്ത്യാനികളിലേക്കും മുസ്ലിങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള BJPയുടെ ശ്രമം. അത് കൃത്യമായി പറയുന്നുണ്ട്. പാർട്ടി ഗ്രാമമാണ്, ഒരു വോട്ട് പോലും BJP കിട്ടാത്ത പാർട്ടികളിലെ വീടുകൾ പോലും സന്ദർശിക്കണമെന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിൻ്റെയൊക്കെ മാനിഫെസ്റ്റേഷനാണിത്, വിപുലീകരിച്ച പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. അപ്പം മോഡി പ്രധാനമന്ത്രി ഇവരെ കാണുന്നു, സംസാരിക്കുന്നു. മോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് പറയാം. മോഡിയുടെ ലോങ് ടൈം പോളിസി എന്തായിരിക്കും, എന്താ സംഭവിക്കാൻ പോകുന്നത്, അപ്പം നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് മോഡി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്ന ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഫാർ റീച്ചിങ്, നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും രാഷ്ട്രീയ രംഗത്തുണ്ടാകാൻ പോകുന്നത്. LDFിൻ്റെ അടിത്തറ തകരുന്നത്. LDF പറഞ്ഞുകൊണ്ട് നടക്കുന്ന സവർണർ നിങ്ങളെ തല്ലിക്കൊല്ലാൻ വരിക, അങ്ങനെയുള്ള മുല വെട്ടി താഴെ ഇട്ടിരിക്കുന്നു, എവിടെയായിട്ടിരിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അവർ പറയും ഇങ്ങനെ, അവരുടെ പണ്ഡിതന്മാരെല്ലാം പറയും അങ്ങനെയുള്ള മുല മുറിച്ചു, മാറുമറയ്ക്കാൻ പറ്റാറില്ല. അപ്പോൾ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇവിടെ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ലണ്ടനിലെ ബ്രാ ബേണേഴ്സാണ് ഇതിന് ഓപ്പോസിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഡയക്കോട്ടം ഈ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാട്ടി മോഡി മുന്നോട്ട് പോകുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ പറ്റുന്നുണ്ടോ? അവിടെയാണ് മോഡിയുടെ വിജയം. അതായത് BJP RSS എന്നൊക്കെ പറയുന്ന ഒരു സവർണ പാർട്ടിയാണെന്ന് പറയുന്ന ബ്രാൻഡിങ്, ആ ഒരു എന്താണ് അത്തരത്തിലുള്ള ആരോപണവും ബ്രാൻഡിങ്ങും ഉണ്ടല്ലോ, അതൊക്കെ തെറ്റാണെന്ന് മോദി തെളിയിക്കുകയാണ്. തെറ്റാണെന്ന് ഇതുകൊണ്ടൊന്നും തെളിച്ചാണെന്ന് തെളിയിക്കുക. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ. പക്ഷേ ഇവരോട് മോഡി കാണിക്കുന്ന ഇവരെ നമ്മൾ പറയാം, ഞങ്ങൾ അവരെ ചേർത്ത് നിർത്താം. പിണറായി വിജയൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തലാണ് ഞങ്ങളുടെ ചടമൻ. അത് തന്നെ മോഡി പറയുന്നു. ചിലപ്പോൾ ചില രംഗങ്ങളിൽ മോഡി ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞാൽ അതുകൊണ്ട് മോഡി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മോഡിയുടെ വികസന പ്രവൃത്തി ഇവിടെ അനൗൺസ് ചെയ്തു, അതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. ഒരു സെക്ടറിലെ മാത്രമല്ല മോഡി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, ഒരു വിഭാഗം, ഏറ്റവും ചെറിയ വിഭാഗത്തിൽ ഒന്ന്. യെസ്, അതാണ് അതിൻ്റെ പോയിൻ്റ്. അതാണ് ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കാൻ പറ്റും. പക്ഷെ കുഴപ്പം ഇത് ട്രാൻസ്ഫോം ചെയ്യാൻ
മോഡി എന്തൊക്കെ പറയുന്നോ അല്ലെങ്കിൽ മോഡി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ആ ആഗ്രഹങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം, ഒരു ഉദ്യോഗസ്ഥ സംവിധാനം കേരളത്തിൽ വേണം. നടക്കുമോ? നടക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഇപ്പം ഈ 10,000 കോടിയുടെ വികസനം പറഞ്ഞു. കേരളം 5,000 കോടി കൊടുത്തെന്നില്ല, റോഡിന് വേണ്ടി 5,000 കോടി കൊടുത്തെന്ന് പറഞ്ഞു. ഇവിടെ 10,000 കോടിയും പറയും. ഈ 10,000 കോടിയുടെ വികസനം നാളെ ഒരു പദ്ധതി നടപ്പാക്കിയപ്പോൾ ആരുടെയാവും? ഞങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നേട്ടമെന്ന് പറയും. ഹൈവേയുടെ നേട്ടം ആരുടെയാണെന്ന് പറയുന്നത്? ഞാൻ കേരളം 5,000 കോടി കൊടുത്തുകൊണ്ട് ഹൈവേ നടന്നതാണ്. ആ കൂട്ടത്തിൽ പക്ഷേ അറിയാതെ പറയുന്നുണ്ട് ഗഡ്കരി സഹായിച്ചു, BJP സഹായിച്ചു എന്നല്ല പറയുന്നത്. അവിടെയാണ് അതത്തരം കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കേണ്ടത്. സെലക്റ്റീവായിരിക്കും പലപ്പോഴും. അതിനകത്ത് കുത്തും കോമയൊക്കെ ഇഷ്ടം പോലെ കാണും. ഗഡ്കരിയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞു? BJP ഗവൺമെൻറ് അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് എന്ന് പറയാതെ ഗഡ്കരിയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ നമുക്ക് പറയാം റിയാസ് സാറിൻ്റെ കാലത്താണ് ഈ റോഡെല്ലാം നന്നാക്കിയത്, പിണറായി വിജയന് പങ്കില്ല എന്നുള്ള മറ്റും ഇവിടെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? പറയത്തില്ല റിയാസിൻ്റെ മിടുക്കമുണ്ട് ഇതിലാണ് ശരിയായത്. വീണാചാർജിക്കാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. മുഖ്യമന്ത്രിയുടെ മറിച്ച് നമുക്ക് പറയാം റോഡൊക്കെ നന്നാക്കിയത് കേന്ദ്രത്തിൽ ഗഡ്കരി, ഇവിടെ റിയാസ് ഉണ്ടായിരുന്നുണ്ടെന്ന്. റിയാസ് അങ്ങനെ പറയത്തില്ലേ വേണമെങ്കിൽ? ശരിയല്ലേ അത്? അപ്പോൾ ഇവിടെ നമുക്ക് മോഡിയുടെ ഇപ്പോഴത്തെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനുള്ള അല്ലെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇവർ പറഞ്ഞ പുതിയ വാക്കുണ്ട്, വർഗീയതയ്ക്ക് പറയുന്ന വാക്കാണ്. CPM നടത്തുന്ന വർഗീയതയ്ക്ക് പറയുന്ന വാക്ക് സംസ്കാരം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹികമായ കൂട്ടിച്ചേരലുകൾ. ആ സാമൂഹികമായ കൂട്ടിച്ചേരലുകൾ ഇവർ പറഞ്ഞതിൻ്റെ 10 ഇരട്ടി നന്നായിട്ട് മോഡി ചെയ്യുക. മോഡിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റും എന്ന് എപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചപ്പോഴാണ്. വലിയ കടൽ തീരത്തുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. അല്ല അങ്ങനെ അത് കടലിൻ്റെ മക്കളെ എന്ന് പറയുമ്പം ദോസ് ഹു മാസ്റ്റേഴ്സ് ദ സീ വേവ്സ് ഓഫ് സീ. കടൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കടലിലെ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക്കുള്ള, ഒരു വിമാനത്തിൽ പോകുന്ന പൈലറ്റിനേക്കാൾ റിസ്ക്കുള്ള ജോലിയാണ് ആർക്ക്? കടൽ തീരത്ത് പോകുന്നുണ്ട്. കുടുംബവെള്ളത്തിലൊക്കെ പോകുന്നവിടെ പേടിച്ചു പോകും. നമുക്ക് കയറി മൂത്രം ഒഴിക്കണം, വിറയ്ക്കും. അവിടെ പോയി ജോലി ചെയ്താണ് വൈകുന്നേരം നമുക്ക് ഫിഷ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? ഇത് വേണ്ട നമുക്ക്. അല്ല കയറ്റി വെച്ച് ഏറ്റവും കൂടുതൽ ഡോളർ കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെ ഇവിടെ നിന്നറിയോ? ഈ ഇവിടുന്ന് നമുക്ക് നേഴ്സിങ്ങും അല്ലെ മെഡിക്കൽ പ്രൊഫഷനും ടെക്നിക്കൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തന്നത് നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ കയറ്റുമതിയായിരുന്നു ഏറ്റവും വലിയ കാര്യം. പിന്നെ തവളക്കാല്. ഇത്തരം ചരിത്രമുണ്ട് ഇവിടെ. അത് ആ ചരിത്രത്തെ മോഡി നാളെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്നാൽ നിങ്ങൾ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മീൻ മാത്രമല്ല തന്നിരിക്കുന്നവർ, മീൻ അമേരിക്കക്കാരൻ്റെ മേശപ്പുറത്തെത്തിച്ച് അവിടുന്ന് കിട്ടിയ ഡോളർ നമ്മുടെ വികസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ നന്ദി ഇവരോട് കാണിക്കട്ടെ. ആ നന്ദി കാണിക്കാൻ ആർക്ക് പറ്റും? അത് മോഡിക്കാണ് ആദ്യം പറ്റുന്നെങ്കിൽ മോഡി സ്കോർ ചെയ്യും. അത് തടസ്സപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ചെയ്യാതെ മറ്റു പാർട്ടികൾ കുറ്റം പറഞ്ഞിട്ട് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ പറയാൻ പറ്റിയിട്ടുണ്ട്. എന്തേ പറയാൻ പറ്റാത്ത? 500 ഗ്രാം ചെറുപയർ കൊടുത്തു ഓണക്കാലത്ത് കിറ്റ് എന്ന് വേണം പറയും. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. ശാശ്വതമായി ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അതിനെ അഡ്രസ്സ് ചെയ്യാനോ പിണറായിക്ക് പറ്റിയിട്ടില്ല. അതാണ് അയാളുടെ പരാജയം. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മെറിറ്റ് ഇതിൻ്റെ അകത്തെല്ലാം രക്ഷപ്പെട്ട് കോൺഗ്രസ് നിൽക്കും. കാരണം എന്താണെന്നറിയോ? 10 വർഷമായിട്ട് അധികാരത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്തില്ല അല്ലെ ഇന്നത് ചെയ്തോ എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തെ കേൾക്കണ്ട. അതാണ് കോൺഗ്രസിൻ്റെ മെച്ചം. UDF-ഉം LDF-ഉം എന്തുകൊണ്ടാണ് മോദിയെ ഭയപ്പെടുന്നത്? അത് രാഷ്ട്രീയമായ ഉദ്ദേശം മാത്രം. കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ, അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അതിന് തടസ്സം ഇതല്ലേ, മോഡിയല്ലേ? ഒരു നാഷണൽ പാർട്ടി 2 എണ്ണമായില്ലേ? അപ്പോൾ മറ്റേ നാഷണൽ പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. CPM ഒന്നും. ഇന്ത്യയിലൊരു കേരള കോൺഗ്രസ്, കൊച്ചു കേരള കോൺഗ്രസ്, അനൂപ് ജേക്കബിൻ്റെ പാർട്ടി പോലെ പിറവത്തുള്ള ഒരു ചെറിയ കേരള, അത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ. എന്നാൽ നാഷണൽ പാർട്ടി എന്ന് പറയും. ഉക്രൈൻ യുദ്ധമൊക്കെ ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് പറയും. ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ അവസാനിക്കും, പ്രമേയമൊക്കെ പാസ്സാക്കും. ഇപ്പം നേരത്തെ തിരുവനന്തപുരത്താണ് മോദി ഏറ്റവും ഒടുവിൽ വന്നത്, അതായത് ഈ സന്ദർശനത്തിന് മുമ്പ്. അന്ന് കുറച്ച് വർഗീയതയൊക്കെ പറഞ്ഞു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതായത് ഏറ്റവും വലിയ ലീഗിനെക്കാട്ടിലും വലിയ വർഗീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു, കോൺഗ്രസ് മാറുന്നു എന്ന ആരോപണമാണ് നടത്തിയത്. മറിച്ച് വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇത്തവണ മോഡി വന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജി വളരെ അതായത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ കുറച്ച് വർഗീയത, അതായത് ലീഗിനെക്കാട്ടിലും വലിയ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ്. എറണാകുളം എന്ന് പറയുന്നത്, അല്ലെ കൊച്ചി എന്ന് പറയുന്നത് കേരള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ പല ജില്ലകളിൽ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പം വികസനവും
കടലിൻ്റെ മക്കളും. ഇപ്പോഴാണ് അവർക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്നാന്ന് BJPക്ക് മനസ്സിലായി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അതിനു മുമ്പ് വരെ ഇവിടെയും വന്ന് പശുവിനെ കൊണ്ട് നടന്നു, ഗോസംരക്ഷണ യാത്ര എന്നാണ് ഇവിടെ പശുവിനെ പിടിച്ചുകൊണ്ട് നടന്നു. പിന്നെ ഇവിടെ വന്നിട്ട് മോഡി ഈ പ്രാവശ്യം വന്നിട്ട് രാമക്ഷേത്രമോ രാമൻ്റെ മഹത്വമോ പറഞ്ഞു ഇല്ല. എന്ത് അതൊക്കെ എന്തിനാ പറയാതിരിക്കുന്നത്? അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ അകറ്റി നിർത്തുന്നത് എന്നവർ പഠിച്ചു. ഇവിടെ രാമൻ മാത്രമല്ല, ശിവൻ ഇവിടെ വലിയ ശക്തിയാണ്, പരമശിവനോട് വലിയ ശക്തിയാണ്, ക്രിസ്ത്യൻസിൻ്റെ ഇതുണ്ട്, അള്ളാഹുണ്ട്, പല ദൈവങ്ങളുടെ ശക്തിയുണ്ട്. പിന്നെ ഇവിടെ ദുർഗ ദേവീ സങ്കല്പം ഭയങ്കര സ്ട്രോങ്ങാണ്. ബംഗാളി മോഡി പരാജയപ്പെടുന്നതിൻ്റെ കാരണം അവിടെയാണ്. രാമനെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദുർഗയെ വിളിച്ചോണ്ട് ആര് വരും? മമത വരും. അവിടെ ബംഗാളിക്ക് ദുർഗാഷ്ടമിയാണ് ഏറ്റവും വലിയ ഉത്സവം. അപ്പം അങ്ങനെ അതാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓരോ സൊസൈറ്റിയിലും അത് ഒത്തിരി ഡിസ്റ്റൻസ് അനുസരിച്ച് മാറ്റം വരാം, പ്രദേശം അനുസരിച്ച് മാറ്റം വരാം, ജാതി അനുസരിച്ച് ആ സോഷ്യൽ എഞ്ചിനീയറിങ് സമർത്ഥമായിട്ട് നടത്തി എല്ലാ വിഭിന്ന വിഭാഗങ്ങളെ തൻ്റെ ചിറകിനടിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ശ്രമമാണ് മോഡി നടത്തുന്നത്. ചിലപ്പോൾ വിജയിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം കഷ്ടപ്പോകാം.